ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രമാണ്. ലോക ചരിത്രം ഭീകര സംഘട്ടനങ്ങളുടെ ചരിത്രമാണ്. ലോക ചരിത്രം രക്തച്ചൊരിച്ചിലുകളുടെ ചരിത്രമാണ്. 10,000-കണക്കിന് യുദ്ധങ്ങൾ ഇതിനോടകം ഭൂപരപ്പിൽ നടന്നിട്ടുണ്ട്. ജനകോടികൾ യുദ്ധം മുഖാന്തരം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. 2 മഹായുദ്ധങ്ങൾക്ക് ചരിത്രം സാക്ഷ്യം വഹിച്ചു. 1914 മുതൽ 18 വരെ നടന്ന 1-ാം ലോക മഹായുദ്ധം 100 ലക്ഷം ജനങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്തു. 1939 മുതൽ 45 വരെ നടന്ന 2-ാം ലോക മഹായുദ്ധം 550 ലക്ഷം ജനങ്ങളെയാണ് കാലയവനികയ്ക്കുള്ളിലേക്ക് പറഞ്ഞയച്ചത്. 5.5 കോടി ജനങ്ങളെ കൊന്നുമുടിച്ച 2-ാം ലോക മഹായുദ്ധത്തിൽ നിന്നും മനുഷ്യനൊന്നും തന്നെ പഠിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ലോകരാജ്യങ്ങൾ അവരുടെ ആയുധപ്പുരകളിൽ കുമിച്ചു കൂട്ടിവച്ചിരിക്കുന്ന അത്യാധുനികമായ ആയുധങ്ങൾ. പാവപ്പെട്ടവന്റെ വിയർപ്പിൽ നിന്ന് കിട്ടുന്ന വാർഷിക വരുമാനത്തിന്റെ സിംഹഭാഗവും പട്ടാളക്കാരെ തീറ്റിപ്പോറ്റാനും പ്രതിരോധ സംവിധാനങ്ങൾക്കും ശത്രു രാജ്യത്തിന്റെ കയ്യിലുള്ളതിനേക്കാൾ അയൽ രാജ്യത്തിന്റെ കയ്യിലുള്ളതിനേക്കാൾ മികച്ച ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും പടച്ചു വയ്ക്കാനുമുള്ള വ്യഗ്രതയിൽ ലോകരാജ്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറകൾ തകർന്നു തരിപ്പണമായി ആഗോള സാമ്പത്തിക മാന്ദ്യം പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുടെ നൂലാമാലയ്ക്കകത്തുപെട്ട് മനുഷ്യനിവിടെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആസന്ന ഭാവിയിൽ ഇവിടെ നടക്കും എന്ന് വേദപുസ്തകം പറയുന്ന ഒരു മഹായുദ്ധത്തെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ആനുകാലിക സംഭവങ്ങളെ കൂടെ കോർത്തെടുക്കി ദൈവവചനത്തിൻ്റെ പ്രവചന ശബ്ദം വിളിച്ചു പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. സക്രിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. വളരെ നന്ദി. ഇനി ആരും വേദപുസ്തകം വായിച്ചു കൊണ്ടിരിക്കരുത്, എന്നെ നോക്കിയിരിക്കുക. പ്രവാചക വരണ്യനായ സക്രിയാവിന് നാളെയുടെ നീളയിൽ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു മഹായുദ്ധത്തിന്റെ കാരണം ദൈവം വെളിപ്പെടുത്തുകയാണ്. അതിലേക്ക് നാം വരുന്നതിന് മുമ്പ് സന്ദർഭോചിതമായ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രിയരെ, വേദപുസ്തകം ഇന്നലെയുടെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല. ഇന്നലെയുടെ ചരിത്രം വിശുദ്ധ വേദപുസ്തക താളുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസീയതയുടെ അസന്നിഗ്ധമായ തെളിവാണ്. വർത്തമാനകാല സംഭവങ്ങൾ പറഞ്ഞ് വേദപുസ്തകം ഉപസംഹരിക്കുന്നില്ല. വർത്തമാനകാലം നടന്നു നീങ്ങുന്നത് വേദപുസ്തകത്തിനൊപ്പമാണ്. എന്നാൽ നാളെയുടെ നീളയിൽ ഇവിടെ എന്തു സംഭവിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരൊറ്റ പുസ്തകം, അതിന്ന് രാത്രി നാം ചുമക്കുന്ന വിശുദ്ധ വേദപുസ്തകമെന്ന് തിരിച്ചറിഞ്ഞ് അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടക്കുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. വായിക്കേണ്ട ആ ഭാഗത്തേക്ക് ഇന്ന് രാത്രി ഞാൻ തിരിയുന്നില്ല. എസെക്കിയേൽ 38-ന്റെ 1-2, എസെക്കിയേൽ 38-ന്റെ 5 ഈ ഭാഗങ്ങളിൽ ആരൊക്കെയാണ് ആ യുദ്ധത്തിന്റെ ഒരു ചേരി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഷ്, മേശക്, തൂബാൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗേ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന ഭാഗങ്ങൾ. ആർക്കെതിരെയാണ് ആ യുദ്ധം നടക്കുക? ഇസ്രായേലിനെതിരെയാണ് ആ യുദ്ധം നടക്കുക. ആ ഭാഗത്തേക്ക് ഞാൻ വരും. 38-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇസ്രായേലിന് അനുകൂലമായ യുദ്ധത്തിൽ ആരൊക്കെ കാണും? എസെക്കിയേൽ 38-ന്റെ 13. അപ്പൊ 2 ചേരികളായി ലോകരാജ്യങ്ങൾ തിരിഞ്ഞ് ഘോരഘോരം പോരാടുന്ന ഒരു മഹായുദ്ധത്തിന് ലോകം സാക്ഷിയാകാൻ പോകുകയാണ്. രണ്ടാമത്തേതാണ് അടുത്ത അല്പസമയം നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുക. എപ്പോഴാണ് ആ യുദ്ധം നടക്കുക? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം, എന്നിട്ട് വിശകലനത്തിലേക്ക് വരാം. എസെക്കിയേൽ 38-ന്റെ 8. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും,
വാളിന് ഒഴിഞ്ഞു പോന്ന പല ജാതികളിൽ നിന്നും വാളിന് ഒഴിഞ്ഞു പോയതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. മതി, വളരെ ലളിതമായി ഞാൻ മനസ്സിലാക്കി തരാം. ഇസ്രായേൽ ദേശം ആളുള്ള, ആരവാരമുള്ള, ജനനിബിഡമായ, സമ്പൽ സമൃദ്ധമായ ഒരു ദേശമായിരിക്കും. എന്നാൽ ആ ദേശ നിവാസികളായ യഹൂദൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകും. ചിതറിപ്പോകുന്ന സമയത്ത് ആ ദേശം നിരന്തര ശൂന്യമായി കിടക്കും. എന്നാൽ ആ ശൂന്യതയ്ക്ക് അറുതി വരുത്തി ദൈവം തന്റെ ജനത്തെ മടക്കി വരുത്തുന്ന ഒരു കാലമുണ്ടാകും. അങ്ങനെ അവർ മടങ്ങി വന്ന് അഭിവൃദ്ധി പ്രാപിക്കുന്ന കാലത്ത് ആ യുദ്ധം നടക്കും. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ജനം ചരിത്രപഥത്തിലൂടെ സഞ്ചരിച്ച മേഖലകൾ ഇന്ന് രാത്രി ശാന്തമായി ഒന്ന് അയവിറക്കി ഈ തിരുവെഴുത്തുമായി ആ സംഭവങ്ങളെ നമുക്കൊന്ന് കോർത്തെടുക്കാം. എവിടെയാണ് യഹൂദന്റെ ആരംഭം? വിശ്വനാഗരികതയുടെ കളിത്തൊട്ടിലായ പ്രാചീന മെസോപ്പൊട്ടാമിയുടെ ദക്ഷിണ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഡെൽറ്റ പ്രദേശത്ത് ബഹുദൈവ വിശ്വാസത്തിൽ അടിത്തറയിട്ട് നാനാർന്ന ചന്ദ്രദേവതയ്ക്ക് പ്രതിഷ്ഠിച്ച് അനുഗ്രഹീത നഗരിയായ ഊരിൽ പാർത്ത ശേമ്യ വംശജനായ അബ്രഹാമിനെ തേജോമയനായ ദൈവം തന്റെ നിത്യപദ്ധതിക്കായി തെരഞ്ഞെടുത്തു. മഹാദൈവത്തിന്റെ പ്രത്യക്ഷത അബ്രഹാമിനെ തേടിയെത്തിയപ്പോൾ തനിക്ക് വെളിപ്പെട്ട ദൈവത്തെ വിശ്വാസത്താൽ അനുധാവനം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. പുങ്കിയങ്കൂർ രാജാക്കന്മാരുടെ ഉത്തേജനത്താൽ ഉളവായ ഹമ്രബിയുടെ കനത്ത നിയമാവലികളെ, ഷമാസ് ദേവനെയും അനിമൽ തുടങ്ങിയ ദേവതകളെയും പാടെ പരിത്യജിച്ച് അനാർഭാടകരമായ യാഗവേദികളിൽ പൗരോഹിത്യ മര്യാദ പ്രകാരമല്ലാത്ത യാഗമർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച 3 മഹാമതങ്ങളുടെ ഉത്ഭവസ്ഥാനത്ത് കമനീയമായി പടുത്തുയർത്തിപ്പെടുത്തിരിക്കുന്ന ചരിത്ര പുരുഷനാണ് അബ്രഹാം. അബ്രഹാമിലാണ് യഹൂദന്റെ ആരംഭം. അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകനായ യാക്കോബ്, യാക്കോബിന്റെ 12 മക്കൾ, അതിൽ 11ാമത്തവൻ യോസേഫ് സ്വന്തം സഹോദരന്മാരാൽ വിൽക്കപ്പെട്ടവനായി, ഒറ്റപ്പെടുത്തപ്പെട്ടവനായി മിസ്രൈമിലേക്ക് പോകേണ്ടി വന്നു. കാലചക്രം ഉരുണ്ടു നീങ്ങിയപ്പോൾ ഒറ്റപ്പെടുത്തിയവരെല്ലാം ഒറ്റപ്പെട്ടു. ഒറ്റപ്പെട്ടവൻ ദൈവത്താൽ മാനിക്കപ്പെട്ടു. ഇന്ന് രാത്രി ഒറ്റപ്പെടുത്തപ്പെടലിന്റെ തീവ്ര വേദനയുമായി ആരെങ്കിലും ഇതിനകത്ത് വന്നിരിപ്പുണ്ടെങ്കിൽ, ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഈ രാത്രി ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതരം തുറന്ന് ദൈവത്തിന് നന്ദി പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? നിങ്ങൾ കണ്ടോ, റോമിനെ ലക്ഷ്യമാക്കി കടന്നുപോയൊരു കപ്പൽ, ആ കപ്പൽ തകർന്നു. നീന്തൽ അറിയാവുന്നവർ നീന്തിയും അല്ലാത്തവർ പലക കഷണത്തെ പിടിച്ചും മെലീത്ത ദ്വീപിലെത്തി. വന്നവർക്ക് ആ ദ്വീപ് നിവാസികൾ അസാധാരണ ദയ കാണിച്ചു. തീ കായാൻ അവസരം ഒരുക്കി കൊടുത്തു. എല്ലാവരും തീ കായുമ്പോൾ പൗലോസ്ലീഹ അല്പം വിറകെടുത്ത് തീയിലേക്കിട്ടു. അണലി കയറി കയ്യെ ചുറ്റി. ആ നാട്ടുകാർ ഒന്നടങ്കം അടക്കം പറയുകയാണ്, ഇവൻ കുറ്റവാളിയാണ്, അതുകൊണ്ടാണ് നീതി ദേവി ഇവനെ രക്ഷപ്പെടാൻ സമ്മതിക്കാത്തത്. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? പൗലോസ് നിരപരാധിയ. പക്ഷെ കരക്കാരുടെ മുഴുവൻ കണ്ണിന്റെ മുമ്പിൽ നിരപരാധി കുറ്റവാളിയായി, കുറ്റവാളികൾ നിരപരാധികളായി. പക്ഷെ തന്റെ ദാസനെതിരെയുള്ള ഒരു നാടിന്റെ മുഴുവൻ അപവാദ പ്രചരണങ്ങൾക്ക് എന്റെ ദൈവം കൽപ്പിച്ചത് അല്പായുസ് മാത്രമാ. അവനൊരു കുറ്റവാളി എന്ന് പറയിപ്പിച്ചവരെ കൊണ്ട് തന്നെ ഒരു ദേവനെന്ന് പറയത്തക്ക നിലയിൽ എന്റെ ദൈവം കളം മാറ്റി ചവിട്ടിപ്പിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ദൈവ വചനത്തിന്റെ ശബ്ദം നിങ്ങളോട് വിളിച്ചു പറയുന്നു. ദോഷത്തിന് പകരം ദോഷങ്ങളും, ശകാരത്തിന് പകരം ശകാരങ്ങളും, തന്ത്രങ്ങൾക്ക് പകരം മറുതന്ത്രങ്ങളും മെനയാതെ നീതിയോടെ വിധിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ താങ്കളുടെ കാര്യം എറിഞ്ഞുകൊടുത്ത് ക്ഷമയോടെ കാത്തിരിക്കുമെങ്കിൽ, സമയം വരുമ്പോൾ നീതിയോടെ വിധിച്ച് നിങ്ങളുടെ നീതിയെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ സങ്കടം മറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര ദൈവമക്കൾ ഈ പന്തലിൽ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ യോസേഫ് മിസ്രൈമിലെത്തി. നീട്ടിപ്പരത്തി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ലോകം മുഴുവനുണ്ടായ ക്ഷാമമുണ്ടായി. ക്ഷാമകാല പരിഹാരത്തിന്
യാക്കോബ് തന്റെ മക്കളെ മിസ്രൈമിലേക്ക് അയക്കുന്ന സമയമാകുമ്പോൾ യോസേഫ് അവിടുത്തെ ഭക്ഷ്യകാര്യ വകുപ്പ് മന്ത്രിയായി. അങ്ങനെ പല പ്രാവശ്യം സഹോദരന്മാരുടെ സന്ദർശനം ഉണ്ടായപ്പോൾ യോസേഫ് തന്നെത്താൻ തന്റെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തി. അങ്ങനെ യാക്കോബും മക്കളും കൊച്ചുമക്കളുമായി 70-ൽ പരം ആൾക്കാർ കനാനിൽ നിന്ന് മിസ്രൈമിലേക്ക് പറിച്ചു നടപ്പെട്ടു. അവർ ഗോശേൻ ദേശത്ത് പാർത്തു വരവേ യാക്കോബ് മരിച്ചു. ചരിത്രം വീണ്ടും ഉരുണ്ടു നീങ്ങി. യോസേഫ് മരിച്ചു. ഇസ്രായേൽ മിസ്രൈമിന്റെ അടിമത്തത്തിലായി. എന്നാൽ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തതുപോലെ 4-ാം തലമുറ മോശ മുഖാന്തരം മിസ്രൈമ്യ ഇരുമ്പുലിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു കൊണ്ടുവരുന്ന ചരിത്രമാണ് പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകങ്ങൾ. അതൊക്കെ കേട്ടും പ്രസംഗിച്ചും ധ്യാനിച്ചും ആത്മാവിൽ സന്തോഷിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ. ആ മരുഭൂ യാത്രയെ സംബന്ധിച്ച് ഒറ്റ കാര്യം മാത്രം നിങ്ങളുടെ ചിന്തയിലേക്ക് തരികയാണ്. ഒന്ന്, അവർ കടന്നുപോയത് ചെങ്കടൽ വഴിയാണ്. എബ്രായ ലേഖകനായ യാത്രയെ കുറിച്ച് പറയുന്നത് വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിലൂടെ കടന്നു. നിങ്ങൾ എത്ര പേർ ആ ഭാഗം ധ്യാനിച്ചിട്ടുണ്ട്? ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിച്ചോട്ടെ, ചെങ്കടൽ രണ്ടായി ദൈവം പിരിച്ചു മാറ്റിയില്ലേ? ഉണങ്ങിയ നിലം കാണിച്ചില്ലേ? അതിലൂടെ നടക്കാനല്ലേ പറഞ്ഞത്? അതെ. അതിന് വിശ്വാസം വേണോ? വേണ്ട. കണ്ണടച്ചങ്ങ് നടന്നാൽ മതി. കാരണം നിങ്ങൾ ഇരിക്കുന്ന ഗ്രൗണ്ട് പോലെ ഉണങ്ങിയ നിലമാ. പക്ഷെ അങ്ങനെ കണ്ണടച്ച് നടന്നെന്നല്ല, വിശ്വാസത്താൽ നടന്നെന്ന. അതെന്തിനാ വിശ്വാസം? വിശ്വാസം വേണമായിരുന്നു. വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നു. താഴാതെ ഞാൻ താങ്ങിക്കൊള്ളാം എന്ന് ദൈവം പറഞ്ഞിരുന്നെങ്കിൽ വിശ്വാസം വേണമായിരുന്നു. പക്ഷെ വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കാനല്ല പറഞ്ഞത്, വെട്ടിത്തുറന്ന വഴിയിലൂടെ ഉണങ്ങിയ നിലത്തുകൂടെ നടക്കാനാ. അതെന്തിനാ വിശ്വാസം? എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. ആ ഉണങ്ങിയ നിലത്തുകൂടെ അവര് നടക്കുമ്പോ, അവര് മനുഷ്യരല്ലേ, രണ്ട് സൈഡിലേക്കും കണ്ണു പാളി നോക്കുമ്പോ കണ്ണെത്താത്ത ദൂരത്തെ സുനാമി പോലെ ഐസ് കട്ടയായി വെള്ളം നിൽക്കുകയാണ്. അവരുടെ അകത്തൊരു ഭയം, ഉടയതമ്പുരാനെ, ഞങ്ങൾ മറുകര എത്തുന്നതിന് മുമ്പ് എങ്ങാനും ഈ വെള്ളം പഴയതുപോലായാൽ ഞങ്ങളൊക്കെ മുങ്ങിച്ചാകും. സത്യം, മാനുഷിക ഭയം അത് പറയുമ്പോ അകത്തെ കത്തുന്ന വിശ്വാസം അവരോട് മന്ത്രിക്കുന്നു. ഹേ മഠയന്മാരെ, ഈ വെള്ളത്തെ തമ്മിൽ രണ്ട് സൈഡിൽ ഇങ്ങനെ പിരിച്ചു നിർത്തിയിരിക്കുന്നത് പ്രകൃതിയുടെ പ്രതിഭാസമായ വേലിയേറ്റവും വേലിയിറക്കവുമല്ല, ആകാശത്തെ വിരിച്ച ഭൂമിക്ക് അടിസ്ഥാനമിട്ട് തമ്പുരാന്റെ കരമാണ് ഇതിനെ രണ്ട് സൈഡിൽ പിരിച്ചു നിർത്തിയിരിക്കുന്നതെങ്കിൽ ദൈവം നിനക്ക് വഴി തുറക്കുക മാത്രമല്ല, തമ്പുരാനാൽ തുറക്കപ്പെട്ടതൊക്കെ നീ മറുകര എത്താതെ അടയാതിരിക്കാൻ അതിനെ നിലനിർത്താനും ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാം, ദൈവം നമുക്ക് വഴി തുറക്കുക മാത്രമല്ല, തുറന്നത് അടയാതെ സൂക്ഷിക്കാനും ഈ രാത്രി നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം. ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം മഗ്ദലക്കാരത്തി മറിയൊക്കെ കല്ലറയ്ക്കലേക്ക് പോകുമ്പോ അകത്തൊരു ദീനരോധനം. ആരാ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുക? ദൈവം ദൂതനോട് പറഞ്ഞു, നീ പോയി കല്ലുരുട്ടി മാറ്റ്. ദൂതൻ കല്ലുരുട്ടി മാറ്റി. അടുത്തത് ദൂതൻ കല്ലിന് മുകളിൽ കയറിയിരുന്നെന്ന മടിയൻ ദൂതൻ. സ്വർഗത്തിലോട്ട് ചെന്നാൽ അടുത്ത ഡ്യൂട്ടി കിട്ടും. അടുത്ത ഡ്യൂട്ടി കിട്ടാതിരിക്കാൻ കിട്ടിയ സമയം കല്ലിന് മുകളിൽ കുത്തിയിരുന്ന സമയം കൊല്ലുക ആണോ? സമയം കൊല്ലാനാണോ കുത്തിയിരിക്കുന്നേ? അല്ല. പിന്നെന്തിനാ കല്ലിന് മുകളിൽ കുത്തിയിരിക്കുന്നേ? ദൂതൻ കല്ലുരുട്ടി മാറ്റിയിട്ട് പോയാൽ കുന്തവും പന്തവും വാളും വടിയും പിടിച്ചു നിന്ന് ഈ പടയാളികൾ നാണക്കേട് ഒഴിവാക്കാൻ ആ കല്ല് തിരിച്ചുരുട്ടും. അപ്പൊ ദൂതനെ എന്തിനാ തമ്പുരാൻ കല്ലിലാക്കിയിരിക്കുന്നത്? മറിയെ, നിനക്ക് വേണ്ടി തമ്പുരാൻ ഉരുട്ടി മാറ്റിയ കല്ല് മറ്റാരും തിരിച്ചുരുട്ടാതിരിക്കാൻ സ്വർഗം തന്റെ ദൂതനെ ആ കല്ലിന് മുകളിൽ കൽപ്പിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിനക്ക്, നിന്റെ തലമുറയ്ക്ക്, നിന്റെ മിനിസ്ട്രിക്ക് ദൈവം അനുകൂലമായി തുറന്ന വഴികൾ ഇന്ന് രാത്രി കൊട്ടി അടയ്ക്കാൻ വീറോടെ വെല്ലുവിളിക്കുന്ന എന്തെല്ലാം പൈശാചിക ശക്തികൾ ഈ രാത്രി ഉയർന്നു നിൽപ്പുണ്ടെങ്കിലും അകത്ത് ദൈവകൃപയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ആധരം തുറന്ന അധികാരത്തോടെ വിളിച്ചു പറ, ദുഷ്ടപിശാചേ, എന്റെ തമ്പുരാനാൽ തുറക്കപ്പെട്ട ഒരു നന്മകളും ഒരു വഴികളും അടയ്ക്കാൻ നിനക്ക് അനുവാദമില്ല. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അധികാരത്തോടെ നിന്നോട് കൽപ്പിക്കുന്നു, ഇന്ന് രാത്രി വിട്ടുമാറുക. അത് പറയാൻ ആത്മാവിൽ നിയോഗമുള്ള ദൈവമക്കൾ അഭിഷക്തന്മാരെ കരമടിച്ച് ഇന്ന് രാത്രി 30 സെക്കൻഡ്
പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാലും ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന്റെ അധികാരത്താലും ഇരുളിന്റെ ശക്തികളോട് കൽപ്പിക്കുന്നു, ആത്മനിയോഗത്താൽ എനിക്കെതിരെയോ ഈ അഭിഷക്തന്മാർക്കെതിരെയോ ഈ ദൈവത്തിന്റെ ജനത്തിനെതിരെയോ ദൈവത്താൽ തുറക്കപ്പെട്ട വാതിലുകൾ അടയ്ക്കാൻ ഇന്ന് രാത്രി നീ വെല്ലുവിളിച്ച് നിൽക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു, ഈ രാത്രി അഴിഞ്ഞുമാറ്. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറന്ന വഴികളെ അടയ്ക്കാൻ, അതിനെതിരെ വെല്ലുവിളിക്കാൻ നിനക്കെന്ത് അവകാശം? യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അകന്നു മാറുക. ആത്മാവിൽ സ്തോത്രം ചെയ്തത് പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? ചെങ്കടൽ കടന്നവര് മരുഭൂമിയിലെത്തി. ശൂരസീനായി അക്കാബ കടലിടുക്ക് വഴി കാദേശ് ബർണ ചുറ്റി മോവാബ് സമഭൂമിയിലൂടെ യോർദാൻ കടന്നവര് വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. എന്നാൽ മരുഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവം അവർക്ക് പ്രമാണം കൊടുത്തു. ആവർത്തന പുസ്തകം 28-ാം അധ്യായമാണ്. ആ ന്യായപ്രമാണത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ, ദൈവത്തിന്റെ ന്യായപ്രമാണം അവർ അനുസരിച്ചാൽ അവർക്കുണ്ടാകാൻ പോകുന്ന അനുഗ്രഹത്തിന്റെ നീളൻ പട്ടികയാണ്. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ വയല്, നിന്റെ വീട്, നിന്റെ കന്നുകാലികള്, നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി, നിന്റെ എണ്ണ നിറയ്ക്കുന്ന പാത്രം, ചുരുക്കി പറഞ്ഞാൽ നീ പോകുന്നിടത്ത്, വരുന്നിടത്ത്, ഇരിക്കുന്നിടത്ത്, നിൽക്കുന്നിടത്ത് സർവത്ര അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന്റെ നീണ്ട പട്ടിക പറഞ്ഞിട്ട് അടുത്തത് ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാതിരുന്നാൽ അവർക്കുണ്ടാകാൻ പോകുന്ന ശാപത്തിന്റെ നെടുനീളൻ പട്ടികയാണ്. അതിങ്ങനെയാണ് പറയുക: നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ വീട്, നിന്റെ വയല്, നിന്റെ മൃഗസമ്പത്ത്, നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി, എണ്ണ നിറയ്ക്കുന്ന പാത്രം, നീ പോകുന്നിടത്ത്, വരുന്നിടത്ത്, നിൽക്കുന്നിടത്ത്, ഇരിക്കുന്നിടത്ത് സർവത്ര ശാപമാണ്. ആ ശാപത്തിന്റെ നീണ്ട പട്ടിക പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആവർത്തനം 28-64 ദൈവം ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞു. അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അടിവരയിട്ട് നിങ്ങൾ ഇന്ന് രാത്രി കുറിച്ചു വെച്ചുകൊള്ളണം. എന്റെ ന്യായപ്രമാണം നീ അനുസരിക്കാതിരുന്നാൽ ഞാൻ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സകല ജാതികളുടെയും ഇടയിൽ ചിതറിച്ചു കളയും. പ്രമാണം കൈമുതലായി കിട്ടി യഹൂദൻ കനാനിലെത്തി. യോർദാൻ കടന്ന യോശുവായുടെ നേതൃത്വത്തിൽ അവര് കനാൻ ദേശം അവകാശമാക്കി. ഹിത്യർ, അമോര്യർ, പെരിസ്യർ, യെബൂസ്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ തുടങ്ങിയ ജാതികളുടെ നാട് അവര് പിടിച്ചെടുത്തു. അളവുനൂലിട്ട ദേശം യോശുവ അവർക്ക് വിഭാഗിച്ചു കൊടുത്തു. യോശുവ മരിക്കുന്നു, ആ തലമുറകൾ മുഴുവൻ മരിക്കുന്നു. വീണ്ടും അവരെ ന്യായാധിപ ഭരണത്തിന് വഴിമാറുന്നു. അവസാനത്തെ ന്യായാധിപനായിരുന്ന പ്രവാചകനായിരുന്ന ശമൂവേലിന്റെ കാലത്ത് അവർ രാജകീയ ഭരണം ആവശ്യപ്പെട്ടു. ദൈവം അവർക്ക് രാജാവിനെ അനുവദിച്ചു. ദൈവത്തിന്റെ പ്രമാണത്തെ അവര് പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കി. എന്തെല്ലാം ചെയ്യരുതെന്ന് ദൈവം അവരോട് പറഞ്ഞു, അതെല്ലാം അവര് ചെയ്തു കൂട്ടി. അതുകൊണ്ട് BC 606, 598, 586 ഈ 3 കാലഘട്ടങ്ങളിലായി ഒന്നാം ലോകൈക സാമ്രാജ്യമായ ബാബിലോണ്യ സാമ്രാജ്യത്തിന്റെ കീഴിൽ ദൈവം അവരെ പ്രവാസികളായി വിട്ടു. യോശുവായാൽ അളവുനൂലിട്ട് വിഭാഗിക്കപ്പെട്ട ദേശം അവർക്ക് നഷ്ടപ്പെട്ടു. ഭരണം അവർക്കില്ലാതെയായി മാറി. BC 585 ശലോമോൻ രാജാവിനാൽ പണി കഴിയപ്പെട്ട യെരൂശലേം ദൈവാലയം നെബൂഖദ്നേസറിന്റെ പടയാളികൾ നശിപ്പിച്ച് തീ വെച്ച് അത് നാമാവിശേഷമാക്കി കളഞ്ഞു. അങ്ങനെ രാജ്യം നഷ്ടപ്പെട്ട, ദൈവാലയമില്ലാതെ ഭരണം കൈമോശം വന്ന് അവര് ബാബിലോണ്യ പ്രവാസത്തിൽ കിടന്നു. എന്നാൽ ദൈവം തന്റെ ദാസനായ യിരെമ്യാവിലൂടെ അരുളി ചെയ്തതുപോലെ 70 വർഷത്തിന് ശേഷം ബാബിലോണ്യ സാമ്രാജ്യത്തെ ചരിത്രത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ട് രണ്ടാം ലോകൈക സാമ്രാജ്യമായ മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെ ദൈവം കൊണ്ടുവന്നു. ആ മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപതിയായ കോരേശ് യഹൂദൻ അവന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ അനുവാദം കൊടുത്തു. അങ്ങനെ സെരുബ്ബാബേലിന്റെ, ശെയല്തീയേലിന്റെ ഒക്കെ നേതൃത്വത്തിൽ യഹൂദൻ BC 536 അവരുടെ രാജ്യത്തേക്ക് മടങ്ങി വന്നു. അവർക്ക് രാജ്യം തിരിച്ചു കിട്ടി. സെരുബ്ബാബേലിനാൽ 20-ൽ പരം വർഷങ്ങൾ കൊണ്ട് BC 585 നശിപ്പിക്കപ്പെട്ട ദൈവാലയം പുതുക്കി പണിയപ്പെട്ടു.
രാജ്യം കിട്ടി, ദൈവാലയം പണിതു. പക്ഷെ ഭരണം തിരിച്ചു കിട്ടിയില്ല. അവരെ അപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നത് മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപതികളാണ്. 200 കൊല്ലത്തോളം ലോകത്തെ അടക്കി ഭരിച്ച് മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെ ചരിത്ര സമുദായ കടലിലേക്ക് ചവിട്ടി താഴ്ത്തിക്കൊണ്ട് മൂന്നാം ലോകൈക സാമ്രാജ്യമായ മാസിഡോണിയ രാജാവായ ഫിലിപ്പ് രാജാവിന്റെ ശ്രീമന്തപുത്രനായ മഹാനായ അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ള ഗ്രീക്ക് സാമ്രാജ്യം ഉയർന്നു പൊങ്ങി വന്നു. ഗ്രീക്ക് സാമ്രാജ്യം യഹൂദനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അലക്സാണ്ടർ അകാലത്തിൽ മരിക്കുന്നു. അലക്സാണ്ടറുടെ മരണശേഷം ഗ്രീക്ക് സാമ്രാജ്യം, സമയമില്ലാത്തത് കൊണ്ട് ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, ഗ്രീക്ക് സാമ്രാജ്യം തന്റെ 4 സൈന്യാധിപന്മാർക്കായി വിഭജിച്ചു കൊടുത്തു. ഏഷ്യ മൈനർ ലെസിമക്കസിന്, മാസിഡോണിയ കസാണ്ടർക്ക്, ഈജിപ്റ്റ് ടോളമികൾക്ക്, സിറിയ സെലൂക്കസിന് വിഭജിച്ചു കൊടുത്തു. അതിൽ സിറിയൻ രാജാക്കന്മാരുടെ ഭരണത്തിന്റെ കീഴിലായി യഹൂദൻ BC 165. അന്ന് സിറിയയെ ഭരിക്കുന്നത് അന്തിയോക്യസ് എപ്പിഫാനസ്. അദ്ദേഹം സൈന്യ സമേതനായി യെരുശലേമിലേക്ക് വന്നു. എന്നിട്ട് കണ്ണിൽ കണ്ട യഹൂദന്മാരെ മുഴുവൻ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. സെരുബാബേലിനാൽ BC 536 മുതൽ പണി കഴിയപ്പെട്ട യെരുശലേം ദൈവാലയം ഭാഗികമായി അദ്ദേഹം തകർത്തു. അതിൽ പന്നിയെ കൊണ്ടുവന്ന് യാഗമർപ്പിച്ച് അശുദ്ധമാക്കി. അങ്ങനെ സിറിയൻ ഭരണത്തിന്റെ കീഴിൽ യഹൂദൻ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 4ാം ലോകൈക സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യം ചരിത്രത്തിൽ നിലവിൽ വരുന്നത്. റോമൻ സാമ്രാജ്യത്തിന്റെ അധിപതിയായ കൈസർ യഹൂദനൊരു താൽക്കാലിക നാടുവാഴിയെ കൊടുത്തു, രാജാവിനെ കൊടുത്തു. അദ്ദേഹത്തിന്റെ പേര് ആന്റിപെട്രെ. അദ്ദേഹം ഒരു ഏദോമ്യൻ. അദ്ദേഹം സ്വീകരിച്ച സ്ഥാനപ്പേരാണ് വലിയ ഹെരോദ രാജാവ്. ആ വലിയ ഹെരോദ രാജാവ് യഹൂദന്മാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ BC 165 കിസ്ലേവ് മാസം 25-ാം തീയതി അന്ത്യോക്യസ് എപ്പിഫാനസ് ഭാഗികമായി തകർത്ത യെരുശലേം ദൈവാലയം അദ്ദേഹം മനോഹരമായി പുതുക്കി പണിതു. അന്ന് യഹൂദന്റെ ഒരു അഭിമാനമായിരുന്നു, ഒരു സ്വയ അഹങ്കാരമായിരുന്നു ആ ദൈവാലയം എന്ന് പറയുന്നത്. ആ ദൈവാലയത്തിന്റെ സമീപത്ത് നിന്നാണ് യേശു ഒരിക്കൽ യഹൂദന്മാരോട് പറയുന്നത്, ഈ ദൈവാലയം പൊളിപ്പീൻ, ഞാൻ അതിനെ പണിയും. യേശു കർത്താവ് ഉദ്ദേശിച്ചത് തന്റെ ശരീരമാകുന്ന ദൈവാലയത്തെ കുറിച്ചാണ്. നിങ്ങളിത് തകർത്താലും നിങ്ങൾ എന്നെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചാലും 3-ാമത്തെ ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഈ മന്ദിരം പൊളിപ്പീൻ, ഞാനതിനെ 3 ദിവസം കൊണ്ട് പണിയും. അതാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. അവർ യേശുവിനോട് ചോദിക്കുക, 48ഓളം വർഷമെടുത്ത് പണിത ദൈവാലയമായത്, ഇത് നശിപ്പിച്ചിട്ട് 3 ദിവസം കൊണ്ട് നീ പണിയുമോ? അപ്പോ 4.5 പതിറ്റാണ്ടോളം എടുത്ത് മനോഹരമായി പടുത്തുയർത്തി പണിത യെരുശലേം ദൈവാലയം. ആ ദൈവാലയത്തിന് സമീപത്തൊരിക്കൽ യേശു നിൽക്കുമ്പോ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, വാ ഗുരു വാ, ഞങ്ങൾ ഈ ദൈവാലയത്തിന്റെ പണിയൊന്ന് കാണിച്ചു തരാം. ദൈവാലയം എത്ര മനോഹരമാണ്! അതൊരു വിരോധാഭാസമല്ലേ പ്രിയരെ? പലപ്പോഴും യേശു ആ ദൈവാലയത്തെ നോക്കി പറഞ്ഞു, ഞാൻ ഈ ദൈവാലയത്തെക്കാൾ വലിയവനാണ്. ഒരിക്കൽ പറഞ്ഞു, ഇതുണ്ടാക്കിയ ശലോമോനേക്കാൾ ഞാൻ വലിയവനാ. അവനോട് അവര് പറയുക, ദൈവാലയം എത്ര വലുത്! ഇന്നും ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അവർക്ക് വിഷയം ദൈവമല്ല, അവർക്ക് വിഷയം ദൈവാലയമാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്തു പറയാം, ദൈവാലയത്തിനല്ല പ്രസക്തി, ദൈവത്തിനാണ് പ്രസക്തി. അത്യുന്നതനായവൻ കൈപ്പണിയായ സ്ഥലങ്ങളിൽ വസിക്കുന്നവനല്ല. എന്നോട് ചേർന്ന് തന്റെ ഇടത്തോട് ആമേൻ പറയാൻ മനസ്സുള്ളവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വാളകത്തിന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ദൈവാലയത്തിനല്ല പ്രസക്തി, ദൈവത്തിനാണ് പ്രസക്തി. അവര് വലുതെന്ന് പറഞ്ഞ ദൈവാലയത്തെ നോക്കി യേശു പറഞ്ഞു, ഈ ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കാൻ പോകുകയാണ്. തെല്ല് ഭയത്തോടെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, എന്റെ ദൈവത്തെക്കാൾ എന്തിനു പ്രാധാന്യം കൊടുത്താലും അതിന്റെ അടിത്തറ മാന്തുന്ന നാളുകൾ വിദൂരമല്ലെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ഭയത്തോടെ ദൈവത്തെ സേവിക്കാൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കാൻ എനിക്ക് കൃപയും അവസരവും തരണമെന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര അഭിഷക്തന്മാർ, എത്ര ദൈവമക്കൾ ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് യേശു കിദ്രോന്തോട് കടന്നു ഒലിവുമലയിലേക്ക് പോയി. യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ശിഷ്യന്മാർ ഇത് കേട്ടപ്പോൾ ആശ്ചര്യ പരതന്ത്രരായി പോയി.
ഒരക്ഷരം പോലും ഉരിയാടാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. യേശുവിന്റെ പിറകെ അവരും കിത്രോന്തോട് കടന്ന് ഒലിവ് മലയിലെത്തിയപ്പോൾ സ്വകാര്യമായി ചോദിച്ചു, അതെപ്പോൾ സംഭവിക്കും? ഏതെപ്പോൾ സംഭവിക്കും? ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ, അതെപ്പോൾ സംഭവിക്കും? 2, അങ്ങയുടെ വരവിനും ഈ യുഗത്തിന്റെ അവസാനത്തിനും അടയാളമെന്ത്? അതിന് യേശു പറയുന്ന മറുപടിയാണ് മത്തായി 24, ലൂക്കോസ് 21. അടയാളങ്ങളെ 5ആയി തരം തിരിച്ചു പഠിക്കാം. യഹൂദ്യ ലക്ഷ്യങ്ങൾ, സഭൈക ലക്ഷ്യങ്ങൾ, ജാതീയ ലക്ഷ്യങ്ങൾ, പ്രാപഞ്ചിക ലക്ഷ്യങ്ങൾ, ധാർമ്മിക ലക്ഷ്യങ്ങൾ. ലക്ഷ്യങ്ങൾ 5ഉം ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ തിരുവചനവുമായി വിളക്കി ചേർത്ത് പഠിച്ചാൽ ഒരു കാര്യം ഇന്ന് രാത്രി ബോധ്യമാകും: ഇനി അടയാളങ്ങളൊന്നും നിറവേറപ്പെടാനില്ല. കാഹളം ധ്വനിച്ചാൽ മാത്രം മതി. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ഈ രാത്രി ആമേൻ പറയാൻ മനസ്സുണ്ട്? ഇന്ന് രാത്രി 2024 1-ാം മാസത്തിന്റെ 2-ാം തീയതി വാളകം സെൻട്രൽ കൺവെൻഷനിൽ പുതുവത്സര സന്ദേശമായി എനിക്ക് തരാനുള്ളതിലാണ്: ഇനി അടയാളങ്ങളൊന്നും നിറവേറാനില്ല. യേശു മടങ്ങി വരാൻ പോകുന്നു. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കൃപയുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. യേശു കർത്താവ് അടയാളങ്ങൾ പറഞ്ഞു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഏകദേശം 37 കൊല്ലങ്ങൾ കൂടെ കഴിഞ്ഞു. AD 70. അന്ന് ടൈറ്റസ് എന്ന് പറയുന്ന സൈന്യാധിപൻ, വെസ്പേഷ്യൻ എന്ന് പറയുന്ന കൈസറാണ്, ചക്രവർത്തിയാണ് റോമിനെ ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനായാണ് ടൈറ്റസ്. കാലാകാലങ്ങളിൽ യഹൂദൻ അവരെ ഭരിച്ച ഭരണാധികാരികൾക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ, വലിയ വിപ്ലവങ്ങൾ, കലാപങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട്. എന്താ അങ്ങനെ അഴിച്ചുവിടാൻ കാരണം? ഇപ്പോൾ നിങ്ങൾ വായിക്കേണ്ട ആവർത്തന പുസ്തകം 17-ാം അധ്യായം ഇപ്പോൾ വായിക്കേണ്ട, വീട്ടിൽ ചെന്ന് വായിക്കണം. അവിടെ ദൈവം യഹൂദന് കൊടുക്കുന്ന ഒരു പ്രമാണമാണ് രാജകീയ പ്രമാണം. രാജകീയ പ്രമാണം രാജാവിനായി ഒരാളെ വാഴിക്കുമ്പോൾ അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിക്കേണ്ട പ്രമാണമാണ്, നിബന്ധനകളാണ്. അതിൽ പലതുണ്ട്. അതിൽ പ്രസക്തമായ ഒരു കാര്യം, ആരായിരിക്കണം നിങ്ങളുടെ രാജാവ്? നിങ്ങളുടെ സ്വസഹോദരനല്ലാതെ മറ്റൊരാൾ നിങ്ങളുടെ രാജാവായിരിക്കാൻ പാടില്ല. തനി യഹൂദൻ മാത്രമേ യഹൂദനെ ഭരിക്കാൻ പാടുള്ളൂ. അത് ദൈവം കൊടുത്ത പ്രമാണമാണ്. പക്ഷേ BC 585 മുതൽ ബാബിലോണ്യരും മെത്തൻപേഷ്യരും ഗ്രീക്കുകാരും സിറിയക്കാരും റോമക്കാരുമായി നെബൂഖദ്നേസറും എബിൽമോരേദക്കും നമ്പോനീഡസും ബെൽഷസ്സറും കോരേശും ദാരിയാവേശും അഹശ്വേരോശും അർത്തകശിഷ്ടാവും അലക്സാണ്ടറും അന്ത്യോക്യസ് എപ്പിഫാനസും തിബിരിയാസ് കൈസറും ഔഗസ്തസ് കൈസറും ഇങ്ങനെ വന്നു വലിയ ഹെരോദ രാജാവും ഹെരോദ ഫിലിപ്പും ഹെരോദ അർക്കാലിയോസും ഒക്കെയായി മാറി ഇവരെ ഭരിക്കുന്നത് ജാതീയ രാജാക്കന്മാരാ. ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് രാജ്യം തിരിച്ചു കിട്ടി, ദൈവാലയം പണിതു, അത് മാത്രം പോരാ, ഞങ്ങളെ ജാതീയ രാജാക്കന്മാർ ഭരിക്കണ്ട, ഞങ്ങളെ ഞങ്ങളുടെ സഹോദരന്മാർ ഭരിച്ചാൽ മതി. ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരന്മാരാൽ ഭരിക്കപ്പെടുന്ന ഒരു സ്വതന്ത്ര ഭരണ സംവിധാനം വേണം. അതുകൊണ്ട് ജാതീയ ഭരണകൂടത്തിനെതിരെ, കാലാകാലങ്ങൾ അവരെ ഭരിച്ചിട്ടുള്ള ഭരണകൂടത്തിനെതിരെ ചെറുത്തുനിൽപ്പുകളും കലാപങ്ങളും അവരഴിച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പോഴുണ്ടായ കലാപം അമർച്ച ചെയ്യാൻ വെസ്പേഷ്യൻ ടൈറ്റസിനെ പറഞ്ഞയച്ചു. ലക്ഷക്കണക്കിന് സൈന്യവുമായി, സമയത്തോട് ഓടിച്ചു പറയട്ടെ, ലക്ഷക്കണക്കിന് സൈന്യവുമായി അദ്ദേഹം യെരൂശലേമിലേക്ക് വന്നു. ആ ദൈവാലയം നശിപ്പിക്കരുതെന്ന് സൈന്യാധിപൻ ഉത്തരവിട്ടിരുന്നു. പക്ഷേ ഈ എരിവുകാർ, കഠാരക്കാർ തുടങ്ങിയ വിപ്ലവ കക്ഷികൾ ആലയത്തിനകത്ത് ആയുധം ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട് ഒരു പടയാളി പന്തം കത്തിച്ച് ദൈവാലയത്തിന് നേരെ എറിഞ്ഞു. ദൈവാലയം നിന്ന് കത്താൻ തുടങ്ങി. കത്തി ഇടിഞ്ഞു വീണ ദൈവാലയം കല്ലോട് ചേർന്നിരുന്ന് ഇങ്ങനെ വീണ് കുമിഞ്ഞു കിടക്കുകയാണ്. എങ്ങനെയാണ് ദൈവാലയം വീണതെന്നറിയാമോ? സ്വർണ്ണത്താൽ പൊതിയപ്പെട്ട ദൈവാലയമായിരുന്നു അത്. പ്രഭാതത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന സൂര്യകിരണങ്ങൾ ഈ ദൈവാലയത്തിലെ സ്വർണ്ണത്തിൽ വന്ന് പതിക്കുമ്പോൾ മറ്റൊരു സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ കാഴ്ചക്കാർക്ക് തോന്നത്തക്ക നിലയിൽ മനോജ്ഞമായി പടുത്തുയർത്തി പണിത ദൈവാലയം. ആ ദൈവാലയം കത്തി അമർന്ന് താഴെ വീണപ്പോൾ ഈ സ്വർണം ഉരുകി 2 കല്ലുകൾക്കിടയിൽ ചാന്ത് കയറിയിരിക്കുന്നത് പോലെ ഇരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ വീട് പണിയുന്നത്? വീട് പണിയുമ്പോൾ കല്ല് വയ്ക്കുന്നു, മുകളിൽ ചാന്ത് വയ്ക്കുന്നു, അതിന് മുകളിൽ കല്ല് വയ്ക്കുന്നു. നടുക്കിരിക്കുന്ന ചാന്തിനാൽ കല്ലോട് ചേർന്നിരിക്കുന്നത് പോലെ ഇടിഞ്ഞു വീണ ഈ ദൈവാലയം നടുക്കുള്ള സ്വർണ്ണത്താൽ ഉരുകി 2 കല്ലുകൾ തമ്മിൽ വേർപെടാതെ ഒരു കല്ലും മറ്റൊരു കല്ലും സ്വർണ്ണത്താൽ പറ്റിച്ചേർന്നിരിക്കുകയാണ്.
അവസാനം സ്വർണ്ണ കൊതിയന്മാരായ റോമൻ സൈന്യം ആനയെ കൊണ്ടുവന്ന് ഇരുമ്പ് കലപ്പ് കൊണ്ട് ഒരു കല്ലും മറ്റൊരു കല്ലോട് ചേർന്നിരിക്കാതെ ഉഴുതുമറിച്ച് അതിന്റെ നടുവിലുള്ള സ്വർണം പറിച്ചെടുക്കുമ്പോൾ ഈ ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കുമെന്ന് എന്റെ രക്ഷിതാവ് അതിന് 37 വർഷങ്ങൾക്ക് പിറകിൽ പറഞ്ഞ പ്രവചനം അതുപോലെ തന്നെ നടന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ചോദിക്കുന്നു, യെരൂശലേം ദൈവാലയത്തോട് എന്റെ പൊന്നു കർത്താവ് പറഞ്ഞ ന്യായവിധിയുടെ ദൂത് അതുപോലെ തന്നെ സംഭവിച്ചെങ്കിൽ നമ്മോടും നമ്മുടെ തലമുറകളോടും സഭയോടും തമ്പുരാൻ പറഞ്ഞിട്ടുള്ള എത്ര അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ അതൊക്കെ വള്ളിയും പുള്ളിയും തെറ്റാതെ കൃത്യമായി സമയത്ത് നിറവേറ്റി തരുമെന്ന് ഇന്ന് രാത്രി ഉറപ്പോടെ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം പറയാൻ ആത്മനിയോഗമുള്ളവരും മാത്രം ആ കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി രാത്രി ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെ AD 70 യഹൂദൻ അവന്റെ ദൈവാലയം നഷ്ടപ്പെട്ടു. അതിനുശേഷം വീണ്ടും റോമൻ ചക്രവർത്തിമാർ അവരെ ഭരിക്കുകയാണ്. ഈ ഇടിഞ്ഞു വീണ ദൈവാലയം പണിയാനും സ്വയം ഭരണം പിടിച്ചെടുക്കാനും വീണ്ടും യഹൂദൻ കലാപങ്ങൾ അഴിച്ചുവിട്ടു. ആ സമയത്ത് AD 135 അന്ന് റോമിനെ ഭരിക്കുന്നത് അദ്രിയാൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. അദ്രിയാൻ ചക്രവർത്തി പറഞ്ഞു, ഇവൻ ഇവിടെ പാർക്കുന്നിടത്തോളം കാലം എന്നും നമുക്ക് തലവേദനയാണ്, അതുകൊണ്ട് യഹൂദനെ അവിടെ നിന്ന് കുടിയിറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്രിയാൻ പറഞ്ഞു, ഇനി ഒരൊറ്റ യഹൂദൻ പോലും ഇവിടെ കാണാൻ പാടില്ല, കുടിയിറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ലോകത്ത് എവിടെല്ലാം രാജ്യങ്ങളുണ്ടോ അവിടേക്കെല്ലാം, എവിടെല്ലാം മനുഷ്യവാസമുണ്ടോ അവിടേക്കെല്ലാം യഹൂദൻ ചിതറിയോടി. അങ്ങനെ കൊച്ചിയിലുള്ള മട്ടാഞ്ചേരിയിലും തൃശ്ശൂരുള്ള മാളയിലും യഹൂദൻ എത്തിയത്. ആവർത്തനം 28:64 ദൈവം എന്താ പറയുന്നത്? നീ എന്റെ ന്യായ പ്രമാണം അനുസരിക്കാതിരുന്നാൽ, ഒന്ന് സ്തോത്രം ചെയ്തു പറ, ഞാൻ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സകല ജാതികളുടെയും ഇടയിൽ ചിതറിച്ചു കളയും. ദൈവം കളി പറയുന്ന ദൈവമല്ല, ദൈവം തമാശ പറയുന്ന ദൈവമല്ല. ദൈവം പറഞ്ഞാൽ പറഞ്ഞതാ, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യാൻ അധികാരമുള്ളൊരു ദൈവത്തെയാണ് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നതെങ്കിൽ, ദൈവം ഒരു മുന്നറിയിപ്പ് തന്നാൽ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് നിസ്സാരമായി പ്രതികരിക്കരുത്, അതിനെ കാര്യ ഗൗരവമില്ലാതെ കൈകാര്യം ചെയ്യരുത്. ദൈവം പറയുന്നതിനെ അർഹമായ ഗൗരവത്തിൽ കാണാനും മുഖബലക്കെടുക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും എനിക്ക് കൃപ തരണമെന്ന് അതരം തുറന്ന് സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. എനിക്ക് അവിടെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ദൈവം പറയുന്നത് അർഹിക്കുന്ന ഗൗരവത്തിൽ പറയാൻ പ്രഭാഷകരും തയ്യാറാകണം. ഹല്ലേലൂയ. ശ്രോതാക്കളെ ചിരിപ്പിച്ച് അവരെ സന്തോഷിപ്പിച്ച് വിടുന്നതാകരുത് സുവിശേഷ പ്രഭാഷണ വേദികൾ. അതിനപ്പുറത്ത് കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ്, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഒരുവൻ വചനം പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ ഞാൻ പറയുന്നത് മഹാദൈവത്തിന്റെ അരുളപ്പാടാണെന്നും ദൈവ ശബ്ദമാണെന്നും ആത്മനിയോഗത്തോടെയുള്ള ദൈവിക അരുളപ്പാടാണെന്നും ഈ രാത്രി വിളിച്ചു പറയാൻ കർത്താവേ, എന്റെ മിനിസ്ട്രിയിൽ അല്പം കൂടെ ഗൗരവം തരണമേ. വചന ശുശ്രൂഷയിൽ അല്പം കൂടെ ഉത്തരവാദിത്വ ബോധം ഇന്ന് രാത്രി എനിക്ക് തരണമെന്ന് ആത്മാർത്ഥമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്? എത്ര അഭിഷേകന്മാർ ഈ രാത്രി എന്റെ വാക്കിന് ആമേൻ പറയും? അവർ മാത്രമേ കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. വിശദീകരിക്കുന്നില്ല. അങ്ങനെ യഹൂദൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി യഹൂദന്റെ കഥ ഇന്ന് രാത്രി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും അധികം അവരെ വേട്ടയാടിയത് ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്, യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. സ്പാനിഷ് ഫ്ലൂ ഒക്കെ പടർന്നു പിടിച്ചപ്പോ അതിന്റെ ഉത്തരവാദി കോടിക്കണക്കിന് മനുഷ്യർ മരിക്കപ്പെട്ടപ്പോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കൊന്ന് ശപിക്കപ്പെട്ട ഈ ജനവിഭാഗം നമ്മുടെ രാജ്യത്ത് വന്നു കയറിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് അതിക്രൂരമായി അവരെ വേട്ടയാടുകയാണ്. ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു
രാജ്യത്തേക്ക്, അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അവർ ഓടി നടക്കുകയാണ്. കൂട്ടം പാലായനം നടക്കപ്പെടുകയാണ്. ആ സമയത്ത് ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണേ. ഈ ഹദ്രിയാൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ഇനി ഒരിക്കലും യഹൂദൻ അവന്റെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരാതിരിക്കാൻ ആ ദേശത്തിന്റെ പേര് മാറ്റി. അദ്ദേഹമാണ് ആ ദേശത്തിന് സിറിയ പാലസ്തീന എന്ന പേരിട്ടത്. പാലസ്തീൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആരംഭം അവിടെയാണ്. സിറിയ പാലസ്തീന എന്ന ദേശത്തിന് അദ്ദേഹം പേര് മാറ്റിയിട്ടു. അദ്ദേഹം ഉപയോഗിച്ച മാർഗം എന്താണെന്നറിയാമോ? അങ്ങനെ പേര് മാറ്റിയാൽ യഹൂദൻ ഒരിക്കലും ഇനി അവിടേക്ക് മടങ്ങി വരില്ല. ആ ദേശത്തിന് അവൻ അവകാശവാദം ഉന്നയിക്കില്ല. ഒന്നുകൂടെ ഞാൻ അല്പം കഴിയുമ്പോൾ ഞാനത് പറയാം. ഒരിക്കലും ഒരു മടങ്ങി വരവ് ഇനി യഹൂദൻ അവിടെ ഉണ്ടാകാതിരിക്കാൻ റോമൻ സാമ്രാജ്യം അവരുടെ സകല കുബുദ്ധികളും പ്രയോഗിച്ചു. എന്നാൽ ഒരു കാര്യം ഞാൻ സ്തോത്രം ചെയ്തു പറയാം, ദൈവത്തിന്റെ നിർണയങ്ങളെ തകർക്കാൻ ഒരു മാനുഷിക ഭരണത്തിനും അവരുടെ തന്ത്രങ്ങൾക്കും സാധ്യമല്ലെങ്കിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് ആത്മാവിൽ വിളിച്ചു പറ, എന്നെ കുറിച്ചുള്ള തമ്പുരാന്റെ പദ്ധതികളെ അട്ടിമറിക്കാൻ ആരെല്ലാം എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലും എന്തെല്ലാം കുബുദ്ധികൾ പ്രയോഗിച്ചാലും സാധിക്കില്ല. അതിനൊക്കെ അല്പായുസ് മാത്രമേ ഉള്ളൂ എന്ന് ഇന്ന് രാത്രി ആധരം തുറന്ന് വിളിച്ചു പറയാൻ കൃപ ലഭിച്ച എത്ര പേരുണ്ട്? ദൈവത്തിന് നന്ദി. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ, ലോകരാജ്യങ്ങൾ അവൻ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ എത്ര നാൾ ഇനി നമ്മൾ അഭയാർത്ഥികളായി ഓടി നടക്കും? നമ്മൾ എങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് ജീവിക്കും? നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു ദേശം വേണ്ടേ? അങ്ങനെ ഒരു സ്വന്തം ദേശത്തെ കുറിച്ചുള്ള ബോധ്യം അവർക്കുണ്ടായി. അവരൊരു സംഘടന രൂപീകരിച്ചു. എന്നിട്ട് അന്ന് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അതുകൊണ്ടെന്ന് പറഞ്ഞേക്കാം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പോകുന്നത്. ഈ റോമക്കാരുടെ കയ്യിൽ ആ സ്ഥലമായി, അതിനുശേഷം ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ കയ്യിൽ ആ ദേശമായി, അതിനുശേഷം അറബ് രാജ്യങ്ങളുടെ കയ്യിലായി, അതിനുശേഷം ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലായി. ഏകദേശം 400 വർഷത്തോളം ഓട്ടോമൻ തുർക്കികൾ ആ ദേശത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് യഹൂദന് അവന്റെ രാജ്യം, ഒരു സ്വന്തം ദേശം വേണം. രാജ്യമല്ല, നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു ദേശം വേണം. അങ്ങനെ അവന് സ്വന്തം ദേശത്തിന് വേണ്ടി ആഗ്രഹിച്ച് അവര് കുടിയിറങ്ങിപ്പോകുന്ന ദേശത്തേക്ക് മടങ്ങിപ്പോകണം. അപ്പോ അവരൊരു സംഘടന രൂപീകരിച്ചു. സംഘടന രൂപീകരിച്ചിട്ട് ലോകമെമ്പാടുമുള്ള യഹൂദന്മാർ ആ സംഘടനയിലേക്ക് പണം നിക്ഷേപിച്ചു. എന്തിന്? ഈ ദേശത്തേക്ക് മടങ്ങി വരാൻ ആഗ്രഹമുള്ളവരെ യാത്രയാക്കുക. എന്നിട്ട് അവിടെയുള്ള അറബ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന്, അറബ് സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് ഭൂമി വില കൊടുത്തു വാങ്ങുക, എന്നിട്ട് അവിടെ പാർക്കുക. അങ്ങനെ ആ യഹൂദന്മാർ വില കൊടുത്ത് ഭൂമി വാങ്ങി ആ ദേശത്തേക്ക് മടങ്ങി വന്നു. ആ ദേശത്തെ സംബന്ധിച്ച് എസെക്കിയേൽ 38 ഭാഗം നിങ്ങൾ വായിക്കണം. നിരന്തര ശൂന്യമായി കിടക്കുമെന്ന്. യഹൂദൻ അവിടെ നിന്ന് കുടിയിറങ്ങിപ്പോയ ശേഷം എന്താ സംഭവിച്ചെന്നറിയാമോ? സഞ്ചാരികൾ അവരുടെ ഡയറക്കുറിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വായിക്കുന്നത്, ആ ഭൂമിയിൽ കൃഷികളില്ലാതെ അത് ശൂന്യമായി കിടക്കുകയായിരുന്നു. ഒട്ടകപ്പക്ഷികളും കഴുതപ്പുലികളും കുറുക്കന്മാരും സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജനങ്ങൾ വളരെ വിരളമായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് ധാരാളം മൈലുകൾ, മണിക്കൂറുകൾ യാത്ര ചെയ്താൽ മാത്രമേ അടുത്തൊരു സെറ്റിൽമെന്റ് കാണാൻ കഴിയുകയുള്ളൂ. അവിടെയും കുറച്ച് മനുഷ്യരും മാത്രമേ ഉള്ളൂ. അങ്ങനെ വിജനമായി കിടന്ന ജനങ്ങൾ വളരെ കുറച്ച് മാത്രമുണ്ടായിരുന്ന കഴുതപ്പുലികളും ഒട്ടകപ്പക്ഷികളും കുറുക്കന്മാരും ഒക്കെ സ്വൈര്യവിഹാരം നടത്തിയ ഒരു ഭൂമിയായിരുന്നു ആ ഭൂമി. എന്നാൽ മടങ്ങി വന്ന യഹൂദൻ വില കൊടുത്ത് ഭൂമി വാങ്ങി അവിടെ കൃഷി ചെയ്തു. കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ സമ്പൽ സമൃദ്ധമായി, ധാരാളം കൃഷികൾ ഉണ്ടാകാൻ തുടങ്ങി, പച്ചപ്പുകൾ ഉണ്ടാകാൻ തുടങ്ങി. ഉടനെ മറ്റുള്ളവർക്ക് മനസ്സിലായി ഇവിടെ കൃഷി ചെയ്താൽ വല്ലതുമൊക്കെ ഉണ്ടാകും. അവരും അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്നു. ഓട്ടോമൻ തുർക്കികൾ ഒരു നിയമം പാസാക്കി, ഇനി ഒറ്റ യഹൂദന്മാരും ഇവിടെ വന്ന് സ്ഥലം വില കൊടുത്തു വാങ്ങാൻ പാടില്ല. നിയമം മൂലം അതിനെ നിരോധിച്ചു. ലോകമെമ്പാടുമുള്ള ഒറ്റ യഹൂദനും ഇവിടേക്ക് വന്ന് ഭൂമി വില കൊടുത്തു വാങ്ങി ഇവിടെ പാർക്കാൻ അനുവാദമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം വന്നത്. അവന് ഭൂമി വില കൊടുത്തു വാങ്ങിയും ഇവിടേക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 18 വരെ ആ യുദ്ധത്തിലൂടെ ആ ബ്രിട്ടൻ പവറിലേക്ക് വന്നു. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ബാൽഫർ വിളംബരം. ആ ബാൽഫർ വിളംബരത്തിലൂടെ യഹൂദൻ അവന്റെ രാജ്യത്തേക്ക് മടങ്ങി വരാൻ എന്റെ ദൈവം അവസരമൊരുക്കി. അപ്പൊ ഇനി യഹൂദൻ വില കൊടുത്തു പോലും അവിടേക്ക് വസ്തു വാങ്ങി വരാൻ പാടില്ലെന്ന് ഓട്ടോമൻ തുർക്കികൾ വിധി പറഞ്ഞ സ്ഥാനത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ തുർക്കി സാമ്രാജ്യം തകർന്നു.
ആ ദേശം ബ്രിട്ടന്റെ ആധിപത്യത്തിലായി. അങ്ങനെ യഹൂദൻ അവന്റെ രാജ്യത്തേക്ക് മടങ്ങി വരാൻ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തു പറ. ചരിത്രത്തിൽ ദൈവം വഴിയൊരുക്കി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, മനുഷ്യൻ ഒരു വഴി അടച്ചാൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത പെരുവഴികൾ നമുക്ക് വേണ്ടി തുറന്നു തരാൻ ഇന്ന് രാത്രി വിശ്വസ്തനായ ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു എന്നറിഞ്ഞ് ആമേൻ പറയാൻ ആത്മശക്തിയുള്ള എത്ര പേര് ഈ രാത്രി ഇവിടെയുണ്ട്? ഈ രാത്രി കർത്താവ് ചിലരോട് പറയുന്നു, അടയപ്പെട്ട വഴികൾ ഓർത്ത് നീ ഭാരപ്പെടണ്ട. അടയപ്പെട്ടതിനേക്കാൾ മെച്ചമായ വിശാലമായ ചില വഴികൾ തുറക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവ വചനത്തിലൂടെ ചിലരോട് ദൈവാലോചന കൈമാറുന്നു. മാറ്റമില്ലാത്ത ദൈവ ശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ യഹൂദൻ അവന്റെ രാജ്യത്തേക്ക് മടങ്ങി വന്നു. പക്ഷെ വലിയ പ്രതിസന്ധികൾ അയൽ രാജ്യങ്ങളിൽ നിന്നുണ്ടായി. ആ സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുക. രണ്ടാം ലോക മഹായുദ്ധമായപ്പോൾ യഹൂദന് ബ്രിട്ടീഷ് സാമ്രാജ്യം വേർതിരിക്കപ്പെട്ടൊരു ഭൂമി ഉണ്ടായിരുന്നു. പക്ഷെ ആ ഭൂമി വീണ്ടും പകത്തിട്ട് അത് മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്തു. അതാണ് ഇന്നത്തെ ട്രാൻസ് ജോർദാൻ. വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യഹൂദന് പരിമിതമായ സ്ഥലം മാത്രമേ കൊടുത്തുള്ളൂ. കാരണം ആ രാജ്യങ്ങളെ കൂടെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ കൂടെ നിർത്താൻ. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടു. ബ്രിട്ടൻ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിപ്പറപ്പിച്ചു. 1947 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയ വോട്ടിങ്ങിന് വന്നു. ഇസ്രായേലിനെ ഒരു രാജ്യമാക്കണമോ വേണ്ടയോ? ആ പ്രമേയത്തെ 13 രാജ്യങ്ങൾ എതിർത്തു. ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ 13-നെതിരെ 33 വോട്ടുകൾക്ക് ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു. ഇന്ന് രാത്രി ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം എന്നെടുക്കാമോ? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആകയാൽ നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്നും ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. എല്ലാ ദൈവമക്കളും ഒന്ന് സ്തോത്രം ചെയ്ത്. ആവർത്തനം 28:64 ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സകല ജാതികളുടെയും ഇടയിൽ ചിതറിക്കുമെന്ന് പറഞ്ഞ ദൈവം ചിതറിച്ചു. എന്നാൽ എസെക്കിയേൽ 11:17 ദൈവം പറയുന്നു, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സകല ജാതികളുടെയും ഇടയിൽ ഞാൻ നിന്നെ ചിതറിച്ചാലും ചിതറിപ്പോയ ഇടത്തു നിന്ന് ഞാൻ നിന്നെ മടക്കി വരുത്തുക മാത്രമല്ല, ഇസ്രായേൽ ദേശം ഞാൻ നിനക്ക് അവകാശമായി തരുമെന്നരുളി ചെയ്ത ദൈവം അവർക്ക് ആ രാജ്യം തിരിച്ചു കൊടുത്തു. 1948 മെയ് മാസം 14-ാം തീയതി ഡേവിഡ് ബെൻ ഗൂറിയോൻ ആദ്യത്തെ പ്രധാനമന്ത്രി, സർവീസ്മാൻ ആദ്യത്തെ പ്രസിഡന്റ്, നക്ഷത്രക്കൊടി അവരുടെ ദേശീയ പതാക അത് അന്തരീക്ഷത്തിൽ ഉയർത്തിക്കൊണ്ട് ഡേവിഡ് ബെൻ ഗൂറിയോൻ ഇങ്ങനെ പറഞ്ഞത്, 1948 മെയ് മാസം 14-ാം തീയതി ലോകത്തിന്റെ മധ്യഭാഗത്ത് ജനിച്ചു വീഴുന്ന ഈ നവജാത ശിശുവിന് നീ ദൈവത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ് നമ്മുടെ പിതാമഹനായ യാക്കോബിന് ഇസ്രായേൽ എന്ന് പേര് വിളിച്ച അതേ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഇസ്രായേൽ എന്ന നാമകരണം ചെയ്യുന്നു. അങ്ങനെ 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്നു. എന്തിനാ ഞാൻ ഇത്രയും ചരിത്രം ഇവിടെ പറഞ്ഞത്? എസെക്കിയേൽ 38:8 ദൈവം എന്താ പറയുന്നത്? അവർ ചിതറിപ്പോയ ശേഷം ആ ദേശം നിരന്തര ശൂന്യമായി കിടക്കും. എന്നാൽ ആ ശൂന്യതയ്ക്ക് അറുതി വരുത്തി ദൈവം തന്റെ ജനത്തെ ആ ദേശത്തേക്ക് മടക്കി വരുത്തും. മടങ്ങി വന്നവർ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു കാലമുണ്ടാകും. ആ കാലത്ത് യുദ്ധം നടക്കും. ചിതറിക്കുമെന്ന് പറഞ്ഞ ദൈവം ചിതറിച്ചെങ്കിൽ, മടക്കി വരുത്തുമെന്ന് പറഞ്ഞ ദൈവം മടക്കി വരുത്തിയെങ്കിൽ, ദൈവം പറഞ്ഞതുപോലെ അവരൊരു രാജ്യമായെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് ഭയവും ഭീതിയും അസൂയയും തോന്നുമാറ് തലയെടുപ്പോടെ ആ രാജ്യം ഇന്ന് നിൽക്കുന്നെങ്കിൽ എന്റെ ദൈവം ഇതിനു ശേഷം നടക്കുമെന്ന് പറയുന്ന യുദ്ധവും നടന്നിരിക്കും. അത് അവിതർക്കിതമാണ്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അടുത്ത പ്രധാന ചിന്തയിലേക്ക് വന്ന് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. യുദ്ധത്തിന്റെ കാരണം എന്താണ്? എനിക്കറിയാം, ബസിന്റെ സമയം
നിങ്ങൾക്ക് ബസ്സിന് പോകേണ്ടവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാട്ടുള്ളി പോലെ ഇങ്ങനെ ഓടിച്ചു പോകുന്നത്. നിങ്ങളെ വിടുകയും ചെയ്യണം, എനിക്ക് വിഷയം തീർക്കുകയും ചെയ്യണം. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു സമന്വയത്തിൽ ഒന്ന് പോകാം എന്ന് വിചാരിക്കുന്നു. ഓടിച്ചു പറയുകയാണ്. എന്താണ് യുദ്ധത്തിന്റെ കാരണം? സെഖരിയ 12:3 അതാണ്, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. പ്രിയരെ, ശരിക്കും മിഡിൽ ഈസ്റ്റിന്റെ വിഷയം എന്താണ്? എന്താ പാലസ്തീൻ വിഷയം? പാലസ്തീൻ വിഷയം എന്താന്ന് ഞാൻ പറയാം. 1947 ഇസ്രായേലിനെ ഒരു രാജ്യമാക്കാൻ ഐക്യരാഷ്ട്രസഭ പ്രമേയം വോട്ടിങ്ങിട്ട് പാസ്സാക്കുമ്പോൾ ഒരു നിബന്ധന വെച്ചിരുന്നു. എന്താ നിബന്ധന എന്നറിയാമോ? ദാവീദിന്റെ കാലം മുതൽ യഹൂദന്റെ തലസ്ഥാന നഗരി യെരൂശലേം, ആ യെരൂശലേമിന് വേണ്ടി അയൽ രാജ്യങ്ങളും അവകാശവാദം ഉന്നയിക്കുന്നു. അവർക്കും ആ സ്ഥലം പുണ്യസ്ഥലമാണ്, പവിത്ര സ്ഥലമാണ്. അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു, യഹൂദനും ആ രാജ്യങ്ങൾക്കും ആ സ്ഥലം വേണ്ട. അതുകൊണ്ട് അതൊരു സ്വതന്ത്ര പ്രദേശമായിരിക്കണം. അത് ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ഒരു സ്വതന്ത്ര പ്രദേശമായിരിക്കണം. ഈ രണ്ടു കൂട്ടർക്കും അതിന്റെ മേൽ അവകാശമില്ല. അങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭ നിയമം പാസാക്കിയതും ഇസ്രായേൽ ഒരു രാജ്യമായി മാറിയതും. അതിനുശേഷം 1949 ഇസ്രായേലിനെതിരെ മുൻപറഞ്ഞ രാജ്യങ്ങൾ യുദ്ധത്തിന് വന്നു. ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു. 1956 യുദ്ധം, ആ യുദ്ധത്തിലും ഇസ്രായേൽ ജയിച്ചു. പ്രസിദ്ധമായ 1967 യുദ്ധം, ആ യുദ്ധത്തിൽ അന്നത്തെ ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ നാസർ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയാണ് ഇന്ന് പലരും കടമെടുത്ത് ഉപയോഗിക്കുക. അദ്ദേഹം പറഞ്ഞു, ഇനി ലോക ഭൂപടത്തിൽ ഇസ്രായേൽ കാണില്ല, ഞങ്ങൾ അതിനെ മായ്ച്ചു കളയാൻ പോകുകയാണ്. അങ്ങനെ അദ്ദേഹം വീമ്പ് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഈജിപ്തിന്റെ, സിറിയ, യോർദാൻ, ലെബനൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. അന്ന് അമേരിക്ക ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് ഉഴലുന്നു. സോവിയറ്റ് യൂണിയൻ ലോകത്തിന്റെ അജയ ശക്തിയാണ്. അവര് 10,000 എഞ്ചിനീയേഴ്സിനെ യുദ്ധം ഏകോപിപ്പിക്കാൻ അയച്ചു കൊടുത്തു. സോവിയറ്റ് യൂണിയന്റെ അത്യാധുനികമായ ടാങ്കുകൾ, യുദ്ധോപകരണങ്ങൾ, 100 കണക്കിന് 1000 പോർ വിമാനങ്ങൾ. അതുകൊണ്ട് ഇവരെ എക്കാലവും സഹായിക്കുന്ന അമേരിക്ക ആഭ്യന്തര കലാപത്തിലൊക്കെ ഉഴലുന്നത് കൊണ്ട് ഇവരെ സഹായിക്കാൻ ആരും വരില്ലെന്നും സോവിയറ്റ് യൂണിയൻ എന്ന സുശക്തമായ ഒരു ശക്തിയുടെ പിന്തുണയും ആയുധ കൈമാറ്റവും യുദ്ധം ഏകോപിപ്പിക്കാൻ 10,000 എഞ്ചിനീയേഴ്സും ഉള്ളത് കൊണ്ട് ഈ യുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബ്ദുൽ നാസർ പറഞ്ഞത്, ഇസ്രായേൽ ലോക ഭൂപടത്തിൽ ഇനി കാണില്ല, ഞങ്ങൾ മായ്ച്ചു കളയും. ലോകരാജ്യങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം അത് ശരിവച്ചു. എന്നാൽ ആ യുദ്ധത്തിൽ ഒരു കാര്യം സംഭവിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? 1967 യുദ്ധത്തിൽ 6 ദിവസം കൊണ്ട് ഇസ്രായേൽ വിജയത്തിന്റെ വെന്നിക്കൊടി മാറി പറപ്പിച്ചു. ഞാൻ ഇസ്രായേൽ പക്ഷക്കാരനല്ല, പക്ഷെ ഞാൻ ദൈവവചനം വിശ്വസിക്കുന്നു. കൃപ ലഭിച്ച അഭിഷക്തന്മാരോടും ദൈവമക്കളോടും ഞാൻ വിളിച്ചു പറയുന്നു, ഒരു കുടുംബത്തെ കുറിച്ച്, ഒരു രാജ്യത്തെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് എന്റെ തമ്പുരാൻ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി മണ്ണിൽ നിവർത്തിച്ചു തീരുന്നിടം വരെ മുഴു ലോകവും അവനെതിരെ നിന്നാലും അവനെ തകർക്കാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ഇന്ന് രാത്രി കൃപ ലഭിച്ചവർ എന്തിനാ ആധാരം പൂട്ടിയിരിക്കുന്നത്? വചനം ശുശ്രൂഷിക്കുമ്പോൾ ഈ രാത്രി വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറ, മുൻ നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോ സകലതും തന്റെ പുസ്തകത്തിൽ എഴുതിയ ദൈവം തന്റെ നിത്യ നിർണയത്തിന്റെ നിവർത്തിക്കായി മണ്ണിൽ ഒരു ജീവിതം തന്നെ അയച്ചെങ്കിൽ എന്റെ തമ്പുരാന്റെ പദ്ധതി മണ്ണിൽ നിവർത്തിച്ചു തീരുന്നിടം വരെ എന്നെ തകർക്കാൻ ദുഷ്ടപിശാചേ നിനക്ക് സാധ്യമല്ലെന്ന് ആധാരം തുറന്നു പറയാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആ കരമടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി പന്തലിൽ വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി ചിലരെ ദൈവം ഉറപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു പ്രചോദനമായി മാറട്ടെ. ആ യുദ്ധത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. എന്താ സംഭവം ഉണ്ടായെന്നറിയാമോ? 1967 യുദ്ധത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ നിബന്ധന കാറ്റിൽ പറത്തി
കിഴക്കൻ യെരൂശലേം യഹൂദൻ ഇസ്രായേൽ പിടിച്ചെടുത്തു. അന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നം. അതാ പ്രശ്നം കേട്ടോ. ഗോലാങ്കുന്നല്ല, ഗാസ പ്രദേശമല്ല, ശരിക്കും പ്രശ്നം യെരൂശലേമാണ്. 1967 അവർ യെരൂശലേം പിടിച്ചെടുത്തപ്പോൾ അത് സങ്കീർണമായ പ്രശ്നമായി അത് മാറി. ഈ മറ്റ് രാജ്യങ്ങൾ പറയുന്നത് ശരിയാണ്, ഞങ്ങൾക്ക് യെരൂശലേം നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കും വേണ്ട. അത് ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ആകണമെന്നല്ലേ നിബന്ധന. നിങ്ങൾ ആ നിബന്ധന തെറ്റിച്ചു, അതുകൊണ്ട് യെരൂശലേം തിരിച്ചു വേണം. അതാണ് അവര് പറയുന്നത്. പക്ഷെ ഇസ്രായേൽ യെരൂശലേം തിരിച്ചിട്ട് കൊടുക്കത്തുമില്ല. അവര് പറയുന്ന ന്യായം, ഞങ്ങൾ വന്നെടുത്തതല്ല, നിങ്ങൾ കൊണ്ടുതന്നതാണ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും യെരൂശലേം അവർ വിട്ടുകൊടുക്കില്ല. സംശയമുള്ളവർ 137 സങ്കീർത്തനം വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. യെരൂശലേമേ, നിന്നെ ഞങ്ങൾ മറക്കുന്നെങ്കിൽ ഞങ്ങളുടെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. യെരൂശലേമേ, നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മുഖ്യ സന്തോഷമായി കാണുന്നില്ലെങ്കിൽ ഞങ്ങളുടെ വലം കൈ മറന്നു പോകട്ടെ. അവരുടെ ജീവനേക്കാൾ വലം കൈയേക്കാൾ നാവിനേക്കാൾ വലുതായ യെരൂശലേം അവര് വിട്ടുകൊടുക്കില്ല. എന്നാൽ മറ്റ് രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു, യെരൂശലേം തിരിച്ചു തന്നേ പറ്റൂ. സത്യത്തിൽ ഐക്യരാഷ്ട്രസഭ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അവർ വീർപ്പുമുട്ടൽ അനുഭവിക്കുകയാണ്. ഇസ്രായേൽ രാജ്യം സ്ഥാപിതമായപ്പോൾ അവരുടെ തലസ്ഥാന നഗരി ടെൽ അവീവായിരുന്നു. എന്നാൽ യെരൂശലേം 1967 പിടിച്ച് ചില വർഷങ്ങൾ കൂടെ കഴിഞ്ഞപ്പോ അവർ യെരൂശലേം അവരുടെ തലസ്ഥാനമാക്കി മാറ്റി. ലോകരാജ്യങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല, ഐക്യരാഷ്ട്രസഭ അത് അംഗീകരിച്ചിട്ടില്ല. ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ഇന്നും ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചിട്ടുള്ളത് ടെൽ അവീവാണ്. എന്നാൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹമാണ് യെരൂശലേമാണ് ഇസ്രായേലിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞ് ലോകത്താദ്യമായി അത് അംഗീകരിച്ചത്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില രാജ്യങ്ങളും അത് അംഗീകരിക്കുകയുണ്ടായി. എന്റെ പ്രിയരെ, ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമില്ലേ, എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. പാലസ്തീൻ പ്രശ്നം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക. ഒരു സ്വന്തം രാജ്യം അവർക്കുണ്ടാകണം. അങ്ങനെ സ്വന്തം രാജ്യമുണ്ടായാൽ അതിനൊരു തലസ്ഥാനം വേണം. ഏതായിരിക്കണം അവരുടെ തലസ്ഥാനം? അവര് പറയുന്നത് യെരൂശലേമായിരിക്കണം ഞങ്ങളുടെ തലസ്ഥാനം. ഇസ്രായേലൊട്ട് യെരൂശലേം കൊടുക്കുകയുമില്ല. ഇവർ കൊടുക്കാതെയും അവർക്ക് കിട്ടാതെയും അവർക്കൊരു രാജ്യം വേണം ഉണ്ടാകുന്നെങ്കിൽ. എന്തുകൊണ്ടാണ് ഒരു സ്വതന്ത്ര പാലസ്തീൻ രാജ്യം ഉണ്ടാകാത്തത്? പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇതാണ്, ആ രാജ്യത്തിന്റെ തലസ്ഥാനം യെരൂശലേമായിരിക്കണം. യെരൂശലേം പൊതുവേദിയിൽ ഒരു ചർച്ചയാക്കി മാറ്റുക, അതതിന്റെ ഹിഡൻ അജണ്ടയിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്തു പറയാം, പാലസ്തീൻ പ്രശ്നം ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഇപ്പോഴത്തെ യുദ്ധത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്നാൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനത്തിന്റെ ശക്തിയോടെ നിർണയം ഞാൻ വിളിച്ചു പറയാം. ഈ യെരൂശലേം പ്രശ്നം അതൊരു ചാരം മൂടിയ തീക്കനലാണ്. അതെന്നേക്കും പരിഹരിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അതൊരു തീയായി മാറാതെ അതിന് ശമനം വരുത്താൻ അല്പചാരമിടാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ആ ചാരം മാറി ആ കനൽ കാളിക്കത്തി അതൊരു മഹായുദ്ധമായി മാറുമെന്ന് ആകാശം മാറിയാലും എല്ലാവരും കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തു പറ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവരെല്ലാം കഠിനമായി മുറിവേൽക്കും. അടുത്തത് ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കുടിവരും. അടുത്തതാണെങ്കിൽ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ എന്തിനാ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞത്? യുദ്ധത്തെ കുറിച്ച് പറയാൻ കാരണം ആ യുദ്ധവും ദൈവസഭയും തമ്മിലൊരു ബന്ധമുണ്ട്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴത്തെ ഹമാസ് ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. അതെങ്ങോട്ട് നീങ്ങളുമെന്ന് പ്രവചിക്കാൻ ഞാൻ ആളല്ല. ഞാൻ ദൈവവചനമാണ് പറയുന്നത്. യെരൂശലേമിന്റെ പേരിൽ ഒരു യുദ്ധം ഇവിടെ നടക്കും. എന്നാൽ ആ യുദ്ധവും ദൈവസഭയും തമ്മിലൊരു ബന്ധമുണ്ട്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ ഇവിടെ ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്നു യുദ്ധം നിർമാർജനം ചെയ്യാൻ. എന്നാൽ യുദ്ധം തടയാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. 1939 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം നടന്നു.
രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ആറ്റമായുധങ്ങൾ ലോകരാജ്യങ്ങൾ ആദ്യമായി കണ്ടത്. അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ട് ആറ്റമായുധങ്ങൾ ഇട്ടു. ലക്ഷക്കണക്കിന് മനുഷ്യർ വെന്തുരുകി മരിച്ചു വീണു. ലോക മനസാക്ഷി ഉണർന്നു. ഓരോ രാജ്യങ്ങൾ അണുവായുധങ്ങൾ കണ്ടുപിടിച്ച് മറ്റ് രാജ്യങ്ങളുടെ മണ്ടയിൽ കൊണ്ടിട്ടാൽ ഭൂമി കാണുകയിൽ ഇവിടെ, മനുഷ്യന് കാണുകയിൽ ഇവിടെ. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏതെങ്കിലും പ്രശ്നത്താൽ യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പറഞ്ഞു പരിഹരിക്കാൻ നമുക്കൊരു പൊതുവേദി വേണം. അങ്ങനെ നിലവിൽ വന്നതാണ് ഐക്യരാഷ്ട്രസഭ. പക്ഷെ ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നിട്ടും യുദ്ധം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഹമാസും ഇസ്രായേലും തമ്മിൽ എത്ര നാളുകളായി യുദ്ധം നടക്കുന്നു? ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? റഷ്യ യുക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അല്ലേ, എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് കൂട്ടപ്പാലായുധം നടത്തിയത്. തലമുറകളായി അവർക്കുണ്ടായിരുന്നത് ഒരായുസ് കൊണ്ട് വെച്ച വീടുകൾ, അവരുടെ വയലുകൾ ഉഴുതുമറിയപ്പെട്ട് ബോംബിട്ട് തകർക്കപ്പെട്ട് ഉടയവരെയും ഇല്ലാതെ മനുഷ്യർ കൂട്ടി ഓട്ടമോടി തെരുവീഥികൾ അവർ അന്തിയുറങ്ങി. റഷ്യൻ പ്രസിഡന്റ് പുടിനോട് അരുതെന്ന് പറയാൻ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. എന്താ കാരണം? ഐക്യരാഷ്ട്രസഭയല്ലെന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമേരിക്ക, ചൈന, റഷ്യ, ബ്രിട്ടൻ ഒക്കെ പോലെയുള്ള വീറ്റോ പവറുള്ള രാജ്യങ്ങളാണ്. അവരുടെ വീറ്റോ പവർ കൊണ്ട് ഏത് കാര്യത്തെയും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്നതുപോലെ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നതുപോലെ അടുത്ത മഹായുദ്ധത്തോടുകൂടെ ഇവിടെ വെളിപ്പെടാൻ പോകുന്ന വ്യവസ്ഥിതിയാണ് ആന്റി ക്രൈസ്റ്റിന്റെ വ്യവസ്ഥിതി, എതിർ ക്രിസ്തുവിന്റെ വ്യവസ്ഥിതി. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, എന്തേ ആ വ്യവസ്ഥിതി ഇവിടെ വെളിപ്പെടുന്നില്ല? എന്തേ കോടിക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കശാപ്പ് ചെയ്യുന്ന ആ രക്തരൂക്ഷിത യുദ്ധം ഇവിടെ നടക്കുന്നില്ല? നടക്കാതിരിക്കാൻ കാരണങ്ങളില്ലഞ്ഞിട്ടല്ല, എന്നാൽ മറ്റൊന്ന് അതിന്റെ പിൻപിലുണ്ട്. എന്താണതുള്ളത്? 2 തെസ്സലോനിക്കർ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ച് അവസാനിപ്പിക്കുന്നു. 2 തെസ്സലോനി 2:6 മുതൽ 8 വരെ. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. അവനെ കർത്താവായ യേശു. ആന്റി ക്രൈസ്റ്റിന്റെ എതിർ ക്രിസ്തുവിന്റെ വ്യാപാരം ഇവിടെ ഒരു ഭരണാധികാരിയായി രംഗപ്രവേശനം ചെയ്യാൻ അരയും തലയും മുറുക്കി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കത്തന്റെ പിറകിൽ നിന്ന് എത്തി നോക്കാനല്ലാതെ അവനൊരു ഭരണാധികാരിയായി വെളിപ്പെടാൻ കഴിയുന്നില്ല. എന്താ കഴിയാത്തതിന്റെ കാരണം? കാരണങ്ങളില്ലാത്തത് കൊണ്ടല്ല, ഐക്യരാഷ്ട്രസഭയുടെ മികവ് കൊണ്ടുമല്ല, യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വില കൊടുത്തു വാങ്ങപ്പെട്ട ദൈവത്തിന്റെ സഭയും ആ സഭയോട് കൂടെ അവനെ തടയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഉള്ളത് കൊണ്ടാണെന്നോർത്ത് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരുടെ കരഞ്ഞൊന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. അങ്ങനാണെങ്കിൽ എതിർ ക്രിസ്തു വെളിപ്പെടുന്നതിനു മുമ്പേ മറ്റൊരു മഹാത്ഭുതം ഇവിടെ നടക്കാൻ പോകുകയാണ്. ഏതാണ് ആ മഹാത്ഭുതം? ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദവുമായി ആകാശമേഘത്തെ തേരാക്കി തന്റെ തിരുസഭയെ ചേർക്കാൻ യേശു മടങ്ങി വരുന്നു. കാലത്തിന്റെ ചുവരെടുത്തു വായിക്കുന്ന കാലഘടികാരത്തിന്റെ മണിനാഥ ശബ്ദം ചെവിത്തടത്തിൽ മുഴങ്ങുന്ന ദൈവകൃപ പ്രാപിച്ച ദൈവത്തിന്റെ മക്കളോട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും, എല്ലാവരും ആധരങ്ങൾ തുറന്ന് ആ വാക്യമൊന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരാൻ പോകുകയാണ്. കോടാനുകോടി വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ കല്ലറകളെ ഭേദിച്ച് കുഴിമാടങ്ങളെ പിളർന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുക. നമുക്ക് ഏറ്റവും പ്രിയരായവരും മരിച്ചില്ലേ? അവരുടെ ഡെഡ് ബോഡിയുമായി സെമിത്തേരികളിലേക്ക് പോയില്ലേ? എന്നിട്ട് കല്ലറയ്ക്കകത്ത്, സെല്ലിനകത്ത് ഡെഡ് ബോഡി വെച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി
ഭാഗമായി മറ്റുള്ളവരുടെ കൈത്തണ്ടയ്ക്കകത്ത് കുഴഞ്ഞു വീണ് നാം പുറത്തിറങ്ങി വരുമ്പോൾ മൂടപ്പെട്ട സെല്ല്, അടയപ്പെട്ട സെല്ല് കല്ലറയെ നോക്കി പറഞ്ഞില്ലേ, പിതാവേ മാതാവേ, ഓ ഹല്ലേലൂയ, ആ സഹോദര സഹോദരി, യേശു മടങ്ങി വരും. കല്ലറകളിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. നിത്യജീവനായി ആ വിശുദ്ധ കൂട്ടം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്, അന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, ഹൃദയം നുറുങ്ങിയ വേദനയുമായി സെമിത്തേരിക്കകത്ത് പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് സംഭവിക്കാൻ പോകുകയാണ്. യേശു മടങ്ങി വരാൻ പോകുകയാണ്. മരിച്ച വിശുദ്ധർ, ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ളു പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്ന് പറഞ്ഞ് മരിച്ച വിശുദ്ധർ ഉയർത്തെഴുന്നേറ്റ് ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെട്ട് യേശുവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടാൻ പോകുന്നു. ആ ഉറപ്പുള്ളവർക്ക് ഇന്ന് രാത്രി ആധാരം മൂട്ടി അങ്ങനെ ഇരിക്കാൻ കഴിയും. ഇന്ന് രാത്രി കരം കെട്ടി ഇങ്ങനെ ഇരിക്കാൻ കഴിയും. കരമടിച്ച് ആധാരം തുറന്ന് അല്പനിമിഷം ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്കടുത്തു. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് എല്ലാ തരങ്ങളും ചലിക്കട്ടെ, എല്ലാ കരങ്ങളും അടിച്ച് ആർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയുമില്ല. തൊണ്ണൂറ്റിയഞ്ചാമത് വാളകം സെൻട്രൽ കൺവെൻഷന്റെ പ്രഥമ രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു മടങ്ങി വരുന്നു. എല്ലാവരും കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് ഒരുമിച്ച് സുവിശേഷത്തിലൊരു പങ്കാളിയായി ചേർന്നു വിളിച്ചു പറയാം, കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നു. കർത്താവായ യേശു ക്രിസ്തു എത്രയും വേഗം മടങ്ങി വരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. സ്തോത്ര കാഴ്ച എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ നിങ്ങൾ ആരും പോകരുത്. 1 മിനിറ്റ് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കുക. പാട്ടൊന്നും പാടിക്കുന്നില്ല. 1 നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. യേശു വരുന്നു, യേശു വരുന്നു. നാം ആകാശത്തെ കുത്തുന്നത് പോലെ മുഷ്ടിയുദ്ധം ചെയ്യുന്നവരല്ല. നമ്മുടെ യുദ്ധസേവയുടെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. നാം വിശ്വാസത്തിൽ നിൽക്കുന്നതിന്, കാത്തിരിക്കുന്നതിന് ഒരാത്യന്തിക കാരണമുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവാ. യേശുവിൻ്റെ മടങ്ങി വരവിൽ പോകാൻ എന്ത് ചെയ്യണം? ഇന്ത്യക്ക് 2022 വർഷങ്ങൾക്ക് പിറകിൽ മനുഷ്യനായി യേശു മണ്ണിൽ വന്നു. അത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് ആ പാപം മുഴുവൻ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരം യേശു മരിച്ചു. സഹോദര, വിശ്വാസ സ്നാനം സഹോദരി ഒരു സത്യമാണ്. അത് അംഗീകരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. വേർപെട്ട് കർത്താവിനെ ആരാധിക്കണം. അപ്പോസ്തലിക ഉപദേശത്തിന് വിധേയപ്പെടണം. അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥനാ ജീവിതം നയിക്കണം. അടിസ്ഥാന വേദോപദേശ സത്യങ്ങളിലേക്ക് ഈ രാത്രി ദൈവം നിങ്ങളെ വിളിക്കുന്നു. യേശു വരുന്നു. എല്ലാവരും ആമേൻ പറഞ്ഞേ. യേശു വരുന്നു. ഇനി മറച്ചു വെക്കാൻ പറ്റില്ല. സുവിശേഷത്തിന്റെ സത്യം വിളിച്ചു പറയുകയാണ്, യേശു വരുന്നു. കൃപ പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ ചോദിക്കുന്നു, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കല്ലേ? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണ്ടേ? ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ഭക്തിയോടും കൂടെ ജീവിക്കണ്ടേ? എനിക്ക് ഏറ്റവും വലുതെൻ്റെ നിത്യതയാണ്, എൻ്റെ കർത്താവിൻ്റെ വരവാണ്. അതിനേക്കാൾ വലുതായി ഒന്നുമില്ല, ഒന്നും വേണ്ട.
നിത്യതയ്ക്കായി, യേശുവിന്റെ വരവിനായി ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹമുള്ളവരെ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. ആ കരമുയർത്തിയ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് വരുന്നു. ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിക്കുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രി വരുന്നു. പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യണമെന്ന് കർത്താവിന്റെ വചനമാകയാൽ ഈ രാത്രി ഞങ്ങളുടെ കർത്താവിന്റെ വചനം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ വിലയേറിയ നിത്യതയാണ്. നിത്യതയേക്കാൾ വലുതല്ല ഞങ്ങൾക്കൊന്നും. ആ നിത്യതയുടെ ദർശനം കൈമോശം വരാതെ വിശ്വസ്തയോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഇതുവരെ നിത്യതയ്ക്കായി ഒരുങ്ങപ്പെടാത്ത ആരെങ്കിലും ഈ സന്ദേശം കേട്ടിട്ടുണ്ടെങ്കിൽ, ലോക പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ. നിത്യതയുടെ വെളിപ്പാട് കൊടുക്കണമേ. ബാലക സെന്റർ, അങ്ങയുടെ വിലപ്പെട്ട ദാസന്മാർ, കുടുംബങ്ങൾ, ദൈവജനം എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാം. എല്ലാവർക്കും ദയവായി ഇരിക്കാം. ഈ യോഗത്തിലേക്ക് വിളിച്ച് ശുശ്രൂഷിക്കാൻ അവസരം തന്ന സംഘാടകർക്ക് ഒത്തിരി നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.